നമസ്കാരം. ഇന്നലെ ഇന്ത്യക്കെതിരെ ഏറ്റ ദാരുണമായ സമനിലയ്ക്ക് ശേഷം, ദാരുണമായ സമനില എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഫാൻസും ഇംഗ്ലണ്ട് ക്രിക്കറ്റിൻ്റെ പ്ലേയേഴ്സ് പോലും ബിഹേവ് ചെയ്തത്. ഇന്നും സോഷ്യൽ മീഡിയയിൽ കരച്ചിൽ തീർന്നിട്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടിൻ്റെ ഈഗോ നന്നായിട്ട് ഹർട്ട് ചെയ്തു ഇന്നലെ. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിൻ്റെ ഈഗോ നന്നായിട്ട് ഹർട്ട് ചെയ്തു ഇന്നലെ. പ്രത്യേകിച്ചും ആ ഒരു ഇൻസിഡൻറ്റും ഉണ്ട്. അതായത് ബെൻ സ്റ്റോക്സ്, ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ബെൻ സ്റ്റോക്സ് കളി അവസാനിക്കാറായപ്പോഴത്തേക്ക് വീണ്ടും 1 മണിക്കൂർ ബാക്കിയുണ്ട്. ആ സമയത്തേക്ക് ബോളേഴ്സ് എല്ലാം ടയർഡാണ്, പ്ലേയേഴ്സ് എല്ലാം ടയർഡാണ്. ആ സമയത്തേക്ക് ബെൻ സ്റ്റോക്സ് ജഡേജയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ഹാൻഡ് ഷേക്കിന് വരികയാണ്. അതായത് കളി കൈ കൊടുത്ത് പിരിയാം, ഡ്രോ ആക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഹാൻഡ് ഷേക്കിന് ജഡേജ റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും ഹാൻഡ് ഷേക്ക് കൊടുക്കാതിരിക്കുകയും ഇന്ത്യ കളി അവസാനിപ്പിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തതാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ എല്ലാം ഒരു തുടക്കം. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടിൻ്റെ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് എല്ലാം ടയർഡായിരുന്നു. ബെൻ സ്റ്റോക്സ് ഓൾറെഡി പരിക്കിൻ്റെ പിടിയിലാണ്. അവരുടെ ബോളേഴ്സ് എല്ലാം എറിഞ്ഞ് തളർന്നു. കാരണം ഇന്നലത്തെ 3 സെഷനും അതിൻ്റെ തലേന്നത്തെ 1 സെഷനും ചേർത്തിട്ട് ഒരുപാട് എറിഞ്ഞ് അവർ തളർന്നിരിക്കുകയാണ്. അപ്പോൾ അവർ അവിടെ വെച്ച് കളി അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനകത്ത് ഇന്ത്യയുടെ സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ വാഷിംഗ്ടൺ സുന്ദറും ജഡേജയും സൂപ്പർബായിട്ട് ബാറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇന്നിങ്സ് കളിച്ചിട്ടിരിക്കുകയാണ്. അവർ ഒരാൾ 80 റണ്ണിലും ഒരാൾ 89 റണ്ണിലും നിൽക്കുകയാണ്. അപ്പോൾ അവിടെ രണ്ടുപേരും ഒരു സെഞ്ചുറി ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും സെഞ്ചുറിയിലേക്ക് എത്തിയിട്ട് കളി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ സൈഡ്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഇതിൻ്റെ വേറൊരു സൈഡുണ്ട്. കൾച്ചറലി അവരുടെ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത്, അതായത് ലാസ്റ്റ് അവറിൽ 2 ടീമും ഇനി ജയിക്കില്ല, ഒരു റിസൾട്ട് വരത്തില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ വന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ക്യാപ്റ്റൻ തിരിച്ച് കൈ കൊടുത്ത് പിരിയുന്നത്, കളി നിർത്തുന്നത് സ്വാഭാവികമാണ്. അതാണ് മര്യാദ എന്നുള്ളതാണ് അവരുടെ കൾച്ചർ. പക്ഷേ ഇവിടെ പ്രശ്നം കൾച്ചറും കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ സാമാന്യമായിട്ട് ചിന്തിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ 2 പ്ലേയേഴ്സ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഫൈറ്റ് നേടിയ ഒരു 80ഉം 89ഉം അതിനെ സെഞ്ചുറിയാക്കി അവരുടെ ആ കഷ്ടപ്പാടിൻ്റെ ഒരു ബലം ചെറിഷ് ചെയ്യാനുള്ള ഒരു അവസരമാണ് സെഞ്ചുറിയിലേക്ക്, ആ ലാൻഡ് മാർക്കിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ചും വാഷിംഗ്ടൺ സുന്ദർ ഒരു പുതിയ പ്ലെയറാണ്. പുള്ളി ഇതുവരെ ഒരു സെഞ്ചുറി അടിച്ചിട്ടില്ല. ഒരു കന്നി സെഞ്ചുറി അടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറിൻ്റെ മുമ്പിൽ അവരുടെ ഈ ഒരു മറ്റ് ന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ 2 സെഞ്ചുറി അടിപ്പിക്കാൻ വിടുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്, തിരിച്ചും കാണിക്കാൻ പറ്റും. ഇതിലൊരു കൾച്ചറലായിട്ടുള്ളൊരു ക്ലാഷ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗം പറയുന്നത് ഇന്ത്യ അവിടെ നിർത്തണമായിരുന്നു. കാരണം കൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിർത്തണം എന്നുള്ളതാണ് അവരുടെ കൾച്ചർ. അവരുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും അവരുടെ ക്രിക്കറ്റ് കളിക്കുന്ന അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, നമ്മുടെ കൾച്ചർ അങ്ങനെയല്ല. നമുക്ക് മൈൽ സ്റ്റോൺ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം ഈ 2 പ്ലേയേഴ്സിനും കിട്ടുന്നത് ഫാൻസിനെ സംബന്ധിച്ച് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് അവിടെ വേണമായിരുന്നു. കൈ കൊടുക്കാൻ വരുന്നതിന് മുമ്പ് ഒരു ഡിസ്കഷൻ ആവാമായിരുന്നു. അല്ലെങ്കിൽ ജഡേജയോട് ചോദിക്കായിരുന്നു, ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത്. അല്ലാതെ നേരിട്ട് വന്ന് കൈ കൊടുത്ത് പിരിയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ അതിനുശേഷം ബിഹേവിയർ വളരെ മോശമായിരുന്നു. അതിനുശേഷം പിന്നീട് കൈ കൊടുക്കാൻ പോയപ്പോഴും തിരിഞ്ഞ് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള ബിഹേവിയർ ബെൻ സ്റ്റോക്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ബെൻ സ്റ്റോക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എനിക്ക് ഓൾറൗണ്ടേഴ്സിനെ പൊതുവെ ഇഷ്ടമാണ്, ബെൻ സ്റ്റോക്സിനെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീഡിയോസിലെല്ലാം ബെൻ സ്റ്റോക്സിനെ ഒരുപാട് പുകഴ്ത്തിയതാണ്. പക്ഷേ ആസ് എ പ്ലെയർ അങ്ങനെ റെസ്പെക്ട് ചെയ്യുമ്പോഴും ഇന്നലത്തെ ബിഹേവിയർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കൾച്ചറൽ ബഹുമാനിക്കുക എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട ഒരു കാര്യമാണ്. പൊതുവേ ഇംഗ്ലീഷ് ക്രിക്കറ്റിന് ഭയങ്കര ഈഗോ ആണ്. അതായത് അവർ പണ്ട് ക്രിക്കറ്റിനെ ഭരിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഈ ഒരു തേർഡ് വേൾഡ് കൺട്രിയായ ഇന്ത്യയൊക്കെ BCCI ഒക്കെ വളർന്ന് ഇങ്ങനെ അവരുടെ മേളിൽ പന്തലിച്ച് നിൽക്കുന്നത് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ള പല രീതിയിലും തെളിയിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ വന്ന് കളിക്കുമ്പോഴും നമുക്കറിയാം, തോറ്റ് തുന്നം പാടി നിൽക്കുമ്പോഴും അവരവരുടെ ഈഗോ വാക്കുകൊണ്ട് പോലും വിടാൻ തയ്യാറായിട്ടില്ല. പണ്ട് ബെൻ ഡക്കറ്റ് പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ, ഇന്ത്യയിൽ സീരീസ് തോറ്റാലും വേണ്ടില്ല, അവിടെ ചാമ്പ്യൻസ് ട്രോഫി ഞങ്ങൾക്ക് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ലെന്ന്. അതായത് തോറ്റ് നിൽക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെയുള്ള തോൽവി അക്സെപ്റ്റ് ചെയ്യാനോ, എന്തിനാ ഇന്നലെ ഒരു സമനില പോലും അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. അത്രയ്ക്ക് ഈഗോ ആണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച്. അത് ഓസ്ട്രേലിയക്കും ഒരു പരിധി വരെ ഉണ്ട്. ഇവർ രണ്ടുപേരും വേൾഡ് ക്രിക്കറ്റ് അടക്കി ഭരിച്ചിരുന്ന 2 രാജ്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യ ഈ അടുത്ത കാലത്ത് കാണിക്കുന്ന ഒരു ഡോമിനൻസ് അവരെ പുറത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി ഇന്ത്യയുടെ ക്രൗഡിൻ്റെ ആവശ്യം, ഇന്ത്യയുടെ കാണികളുടെ ആവശ്യം, ഇന്ത്യയുടെ പ്ലേയേഴ്സിൻ്റെ ബ്രാൻഡിൻ്റെ ആവശ്യം എല്ലാം അവർക്കുണ്ട്. അത് ഇംഗ്ലണ്ടിനും ഉണ്ട്, ഓസ്ട്രേലിയക്കുണ്ട്. അപ്പോൾ ഇവർക്ക് അത് വേണ്ട സൈഡിലും അവരുടെ ഉള്ളിലൊരു ഈഗോ, അതായത് ഇന്ത്യ ഇപ്പോഴും പൂർണ്ണമായിട്ട് അവരുടെ മേളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അത് പലപ്പോഴായിട്ട് അവരുടെ പഴയ പ്ലേയേഴ്സും അവരുടെ കറണ്ട് പ്ലേയേഴ്സും അവരുടെ ഫാൻസ് പ്രത്യേകിച്ചും ആർമി പലയിടത്തും അത് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് വേൾഡ് ക്രിക്കറ്റിനെ റൂൾ ചെയ്യുന്നത് BCCI തന്നെയാണ്. അത് ഫിനാൻഷ്യലി ആയാലും ശരി, കളി കൊണ്ടായാലും ശരി, പ്രൊഫഷണലിസം കൊണ്ടായാലും എല്ലാ രീതിയിലും ഇന്ത്യ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല.
ടൂർണമെൻറ്റ്സ് ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവില്ല, ചില ഇപ്പോൾ BGT അടക്കമുള്ള ടെസ്റ്റ് പരമ്പരകളൊക്കെ പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിലും ഓവറോൾ ക്രിക്കറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് പ്ലെയേഴ്സ്, ഡിസ്പ്ലേ ചെയ്യുന്ന സ്പിരിറ്റ് എങ്ങനെ മൊത്തത്തിൽ നോക്കിയാലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് 4 മടക്കി അവരുടെ കഷത്ത് തന്നെ വെച്ചോട്ടെ, നമുക്കതൊരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റും ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റ് കൾച്ചറും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവിടുത്തെ പ്രത്യേകിച്ച് ലോർഡ്സിലെ കളിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അവരുടെ കൗണ്ടി ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആളാണ്. അവരുടെ ഒരു ക്രിക്കറ്റിംഗ് കൾച്ചറൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെയും ഗ്രൗണ്ട്സും അവരുടെ ക്രിക്കറ്റിംഗ് കൾച്ചറും എല്ലാ സ്ഥലത്തെയും ക്രിക്കറ്റിനെ നമ്മൾ എൻജോയ് ചെയ്യും. എന്ന് വെച്ച് ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഇങ്ങനെയുള്ള സമയത്ത് വേണ്ട ഒരു കാര്യമാണ്, കാണിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ ചെയ്തത് ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യമേ ഇന്ത്യ ചെയ്തിട്ടുള്ളൂ. അത് ആ 2 പ്ലെയേഴ്സിനെ സംബന്ധിച്ച്, ആ കഷ്ടപ്പെട്ട 2 പ്ലെയേഴ്സിനെ അത്ര അൺഈവനായിട്ടുള്ള ബൗൺസ് ഉള്ള ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കണ്ടീഷനിൽ 80-89 അടിച്ച് നിൽക്കുന്ന 2 ബാറ്റ്സ്മാൻമാർ സെഞ്ചുറി അടിക്കണമെന്നുള്ളത് ആവശ്യമാണ്. ഇത് ഇംഗ്ലണ്ടായിരുന്നു തിരിച്ചെങ്കിൽ അവർ കരഞ്ഞാൽ. 2019 വേൾഡ് കപ്പിൽ ബൗണ്ടറിയുടെ എണ്ണം നോക്കി വേൾഡ് കപ്പ് ജയിച്ച ടീംസാണ്. അതിനകത്ത് എനിക്ക് പരാതിയില്ല, ദേ ഡിസേർവ് ദാറ്റ് വേൾഡ് കപ്പ്, എനിക്കതിന് പരാതിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ജയിച്ച ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയുള്ള ചെറിയ ലയമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ സില്ലി ആയിട്ടുള്ള എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നത് വളരെ മോശമാണ്. ബെൻ സ്റ്റോക്സിൻ്റെ ഇന്നലത്തെ ബിഹേവിയർ ഒരിക്കലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പറ്റിയതല്ല. അവരാണ് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പറ്റി ഇംഗ്ലണ്ടാണ് വാദം വരാതെ പറയുന്നത്. പക്ഷേ അത് അവരുടെ കാര്യത്തിന് വരുമ്പോഴും മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ കാര്യത്തിലോ അല്ല മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിലോ വരുമ്പോൾ അവരത് കാണിക്കാറില്ല. പ്രത്യേകിച്ച് അവരുടെ ഫാൻസ് നല്ല രീതിയിൽ എടുത്തിട്ട് അലക്കാറുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളെ. അപ്പോൾ ഇങ്ങനെയുള്ള ചില അവസരങ്ങൾ തിരിച്ചു കിട്ടുമ്പോൾ അത് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് വാങ്ങിച്ച് പോക്കറ്റിൽ വെക്കുക, അടുത്ത മത്സരത്തിൽ വന്നിട്ട് കളിച്ച് ജയിക്കാൻ നോക്കുക. ഇപ്പോൾ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇന്നലത്തെ ദിവസം ചെക്കന്മാർ തൂക്കി. അപ്പോൾ ഓക്കെ, മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.